Good, actually, this is good. What about the acting, story? Yes, yes, excellent. What about theatre experience? Yes, good. Acting. Super. All the performance-wise. Performance good. Or theatre experience? Nice. റോയിലേക്ക് എന്താ പറയാ, ബാലയ്ക്ക് ദാക്കുമാരജ് എങ്ങനെയാണോ അതേപോലെ പവൻ കല്യാണ് യോജി നമ്മുടെ കേരള ഓഡിയൻസ് കുഴപ്പമില്ല. ലൈക്ക് ഒരു സ്ഥിരം ടെംപ്ലേറ്റ് പടത്തിന്റെ കൂടെ വേറെ കുറച്ച് എലമെന്റ്സ് കൂടി ആഡ് ചെയ്ത് സീനില്ലോ കുഴപ്പമില്ല. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാം ലൈക്ക് ഒരു ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു സീനൊന്നും. നല്ല മൂവിയാണ്. പവൻ കല്യാൺ ഫാൻസിന് വേണ്ടിയുള്ള മൂവിയാണ്. മലയാള ഓഡിയൻസിന് കണക്ട് ആവുമെന്ന് അറിയില്ല. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ഫുള്ളൊരു മാസ് പാക്ഡ് പടമാണ്. അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി പോലെ പവൻ കല്യാണിന്റെ ഒരു ഫാൻസിന് വേണ്ടി എടുത്തൊരു പടം. മീൻസ് സ്മൂത്ത് പടം നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. ഒരു പവൻ കല്യാൺ മാജിക്, തമൻ മാജിക് അങ്ങനെ പറയാം. സുജിത്ത് മാക്സിമം പുള്ളിയുടെ റോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് പുള്ളി ഡയറക്ഷൻ നൈസ് ആയിരുന്നു. Cinema super, blockbuster. Pawan Kalyan blocked them. Super blockbuster movie. Pawan Kalyan acting super. Arachakam next level. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്, കാരണം തമൻ ചത്ത് പണിയെടുത്തില്ല. പിന്നെ സുജിത്തിന്റെ ഡയറക്ഷൻ, പിന്നെ സാവന്റെ യൂണിവേഴ്സ് ആണ് അത് കാണിക്കുന്നുണ്ട്. എനിക്ക് തമന്റെ മ്യൂസിക്കാണ് വന്നത്, അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് മ്യൂസിക് ഗുഡ്. പവൻ കല്യാൺ മാസ്. തമനാണ് പടത്തിലെ നഷ്ടലെന്ന് പറയാം. തമന്റെ ആ ഒരു ബീജം വെച്ച് പടത്തിന്റെ വേറെ ലെവലിൽ കൊടുത്തിവിട്ടിട്ടുണ്ട്. നല്ല പടം തന്നെ. സുജിത്തിന്റെ ഡയറക്ഷനാണ് പവൻ കല്യാൺ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പവൻ കല്യാൺ പടത്തിനെ നശിപ്പിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ലപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചു പവൻ കല്യാൺ. പിന്നെ ആകെപ്പാടെ ശോകം തോന്നിയത് പോസ്റ്റ് സീന് മാത്രം വലിയ സംഭവം തോന്നിയില്ല. ബാക്കി എല്ലാം പടത്തിൽ വേറെ ലെവലായിരുന്നു. പടം കുഴപ്പമില്ലായിരുന്നു. കാര്യം എനിക്ക് ഫസ്റ്റ് പദ്ധതി പടത്തിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം ഇത് ആക്ച്വലി ഒരു പ്യുവർ ഫാൻ ബോയ്സ് ആണ് ഈ പടം. നമ്മുടെ അജിത്തിന് പിന്നെ ഗുഡ് ബാഡ് അഗ്ലി പോലെ ഇതിനകത്ത് ഈ നമ്മുടെ സുജീത് പവൻ കല്യാൺ ഒരു പക്ക ഒരു ഫാൻ ബോയ് സാധനം എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതൽ പവൻ കല്യാണിന്റെ ഫാൻസിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പടം കുറച്ചുകൂടെ ഒന്ന് വർക്ക് ആവുന്നത്. ബാക്കി നോർമലായിട്ടുള്ള ഓഡിയൻസിന് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ വരുന്ന ഒരു എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. പുള്ളിയുടെ ഈ സുജീതിന്റെ പഴയ സാഹവും എനിക്ക് അത്യാവശ്യം നല്ല വർക്കായി വരുന്നു. അപ്പോൾ അത് പ്രതീക്ഷയോടെ വന്നത്. ഈ പടത്തിലാണെങ്കിൽ പോലും എടുത്തു പറയുന്നത് ഇതിന്റെ കളർ റീഡിങ് അടിപൊളിയായിരുന്നു. ആ കളർ ടോണും കാര്യങ്ങളും, പിന്നെ സുജിത്തിന്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ ബീജിയം എടുത്തു പറയേണ്ട ബീജിയം എടുത്തു. കാരണം ഭയങ്കര ആവറേജ് ആയിട്ട് പോയിട്ട് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് തോന്നിക്കേണ്ട സീൻസ് ഒക്കെ ബീജിയം കൊണ്ടങ്ങ് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. ബീജിയം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചിലപ്പം ഒന്നും തോന്നത്തില്ല. അവസാനം വരെ എനിക്ക് തോന്നുന്നു എൻ ക്രെഡിറ്റ്സ് പോലും നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു. അത്രയും കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ബാക്കിലൂടെ പോകുന്നത്. ഓവർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പം ദേക്കാലി മോജി എന്ന ഈ ഒരു സിനിമ ഒരു ടിപ്പിക്കൽ 90s നടക്കുന്ന ഒരു ക്യാൻസർ വാർ സിനിമയാണ്. അപ്പം ഇപ്പുറത്തൊരു ടീംസ് ഉണ്ടാവും, അപ്പുറത്തൊരു ടീംസ് ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, അവിടെ ഒരു ഫാമിലി ഉണ്ട്, ഒരു ഫാമിലി റിലേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഥ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കത് വലിയ പ്രഡിക്റ്റബിൾ ആണ്. ഒരു കഥയും കാര്യങ്ങളൊക്കെ വലിയ ട്വിസ്റ്റോ ടേൺസൊന്നുമില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ബോയ് സംഭവം തന്നെയാണ്. സംവിധായകൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം പവൻ കല്യാണിനെ വളരെ മികച്ച രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ രംഗങ്ങളെല്ലാം പ്രത്യേകിച്ച് ഒരു റെട്രോ സോങ് ഉണ്ട്. പവൻ കല്യാണിന്റെ പഴയ സിനിമയിലെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. തമന്റെ ഒരു മ്യൂസിക്കിലൂടെ ആകുമ്പോഴത്തേക്കും തിയേറ്ററിൽ സംഭവമാക്കുന്ന പൂരപ്പുറം ആക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പവൻ കല്യാൺ ഫാൻസിന് ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ.